RSSനെയും VHPയെയും ബജ്റംഗ്ദളിനെയും ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കണം. ആവശ്യവുമായി മുൻ RSS പ്രചാരക്. കേന്ദ്ര സംസ്ഥാന ആഭ്യന്തര മന്ത്രിമാർക്ക് കത്ത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അഥവാ RSS, വിശ്വ ഹിന്ദു പരിഷത്ത് അഥവാ VHP, ബജ്റംഗ്ദൾ എന്നീ ഹിന്ദുത്വ സംഘടനകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി മുൻ RSS പ്രചാരകനായ യശ്വന്ത് സഹദേവ് ഷിൻഡെ രംഗത്ത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെ എന്നിവർക്കാണ് ഈ ആവശ്യമുന്നയിച്ച് അദ്ദേഹം ഔദ്യോഗികമായി കത്തയച്ചിരിക്കുന്നത്. തന്റെ ആവശ്യത്തിന് ആധാരമായ നിർണായക രേഖകളും വിവരങ്ങളും അദ്ദേഹം കത്തിനോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. 1990 മുതൽ RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു യശ്വന്ത് സഹദേവ് ഷിൻഡെ. എന്നാൽ സംഘടനയുടെ ഭാഗമായി ബോംബ് നിർമ്മാണത്തിലും പരിശീലനത്തിലും പങ്കാളിയാകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് താൻ പ്രസ്ഥാനം വിട്ടതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. 2000 മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങളിൽ RSS, VHP, ബജ്റംഗ്ദൾ സംഘടനകളുടെ ഉന്നത നേതാക്കൾക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് ഷിൻഡെയുടെ ആരോപണം. RSS മേധാവി മോഹൻ ഭാഗവത്, മുതിർന്ന നേതാവ് ഇന്ദ്രേഷ് കുമാർ, VHP ജനറൽ സെക്രട്ടറി മിലിന്ദ് പരാന്തെ എന്നിവരുടെ പങ്ക് അന്വേഷിക്കണമെന്നും ഇവരെ ഉടനടി അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെടുന്നു. വിവിധ സ്ഫോടന കേസുകളിൽ ഈ സംഘടനകളുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഷിൻഡെ നിയമ പോരാട്ടത്തിലാണ്. 2022 ഓഗസ്റ്റിൽ മഹാരാഷ്ട്രയിലെ നാന്ദേഡ് പ്രത്യേക CBI കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ അദ്ദേഹം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. 2003 മിലിന്ദ് പരാന്തിയുടെ നേതൃത്വത്തിൽ താൻ ഉൾപ്പെടെയുള്ള 20ഓളം പേർക്ക് ബോംബ് നിർമ്മാണത്തിൽ പരിശീലനം ലഭിച്ചിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2006 ഏപ്രിലിൽ നാന്ദേഡിൽ RSS പ്രവർത്തകന്റെ വീട്ടിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിന്റെ വിചാരണ വേളയിലാണ് ഈ വിവരങ്ങൾ കോടതിയിലെത്തിയത്. 2003-2004 കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ ജാൽന, പൂർണ, പർബാനി തുടങ്ങിയ സ്ഥലങ്ങളിലെ പള്ളികളിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങൾക്ക് പിന്നിൽ തന്നോടൊപ്പം പരിശീലനം ലഭിച്ചവരാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. രാജ്യത്ത് ബോംബ് സ്ഫോടനങ്ങൾ നടത്തി അതിന്റെ ഉത്തരവാദിത്തം മറ്റു സമുദായങ്ങളുടെ മേൽ ആരോപിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നതായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അജ്മീർ ദർഗ സ്ഫോടനം, മലേഗാവ് സ്ഫോടനം എന്നിവയിലും RSS, VHP നേതാക്കളുടെ പങ്കിനെക്കുറിച്ച് അദ്ദേഹം തന്റെ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. കൂടാതെ പൊക്രാൻ ആണവ പരീക്ഷണം, കാർഗിൽ യുദ്ധം, 2002 ഗുജറാത്ത് കലാപം, പുൽവാമ ആക്രമണം, ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ തുടങ്ങിയ നിർണായക രാഷ്ട്രീയ സാമൂഹിക സംഭവ വികാസങ്ങളെ മുൻനിർത്തി BJP, RSS നേതൃത്വങ്ങൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഷിൻഡെ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ അന്വേഷണ ഏജൻസികൾ പ്രാഥമികമായി വിശ്വസനീയമെന്ന് കരുതിയ പല തെളിവുകളും പിന്നീട് അട്ടിമറിക്കപ്പെട്ടതായി ഷിൻഡെ ആരോപിക്കുന്നു. നാന്ദേഡ് കേസിൽ ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ തയ്യാറായ ജഡ്ജിയെ പെട്ടെന്ന് സ്ഥലം മാറ്റിയതും പിന്നീട് വന്ന പുതിയ ജഡ്ജി അപേക്ഷ നിരസിച്ചതും തുടർന്ന് പ്രതികൾ കുറ്റവിമുക്തരായതും ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സമീപകാലത്ത് കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെ RSSന്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും സംഘടനാ ഘടനയെക്കുറിച്ചും പരസ്യമായി സംശയം പ്രകടിപ്പിച്ച് തുറന്ന കത്തെഴുതിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് മുൻ RSS പ്രചാരകന്റെ വെളിപ്പെടുത്തലുകളും കത്തും പുറത്തു വന്നിരിക്കുന്നത് എന്നത് വിഷയത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു.